ഹലോ ഗൈസ്, ഇന്നത്തെ പരിപാടി എന്താ അറിയോ? ഞാൻ ഇതൊന്നും കൂടിയിട്ട് ഒരു സ്ഥലം വരെ പോവാണ്. എവിടേക്കാന്നറിയോ? ഒരാളെ കൊണ്ടുവരാൻ പോണത്. അപ്പൊ ഇപ്പൊ സമയം 4 മണിയാണ്. ഞങ്ങൾ പോവാൻ വേണ്ടിയിട്ട് റെഡിയായി നിക്കായിരുന്നു. അപ്പോഴാണ് ഭയങ്കര മഴ ഇടിവെട്ടും, കറണ്ടൊക്കെ പോയി. പുറത്ത് നല്ല കാറ്റാ. അപ്പൊ അത് കാരണം ഞങ്ങൾ കുറച്ചൊന്ന് ഡിലേ ആയി. ഇപ്പൊ 4:15 അപ്പൊ പിള്ളേരൊക്കെ ഉറക്കിയിട്ട് പോവാന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. കറണ്ട് പോയപ്പോ എല്ലാവരും ഏറ്റുപോയി. ഇന്നലെയൊക്കെ തന്നെ യാത്രയൊക്കെ പറഞ്ഞ് എല്ലാവരുടെ അടുത്തും കെടുത്തിയതാ. എല്ലാവർക്കും ഓർക്കൊന്നും ശരിയാവില്ല. കുട്ടാണെങ്കിൽ ഫോണിൽ കളിച്ചെടുക്കും. അങ്ങനെ ഞങ്ങള് ബൈക്കിൽ പോവാന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ മഴയുടെ ഇത് മഴയും കാറ്റും ആയ കാരണം എന്തായാലും പിന്നെ ഞങ്ങള് ഡിലേ ആക്കാൻ നിന്നില്ല. അങ്ങനെ ഞങ്ങള് ഓട്ടോയില് തൃശ്ശൂർ വരെ പോയി. ഞങ്ങൾ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തി. ഞാനും തുമ്പ് മാത്രമാണ്. അപ്പൊ ഞങ്ങൾ ട്രെയിൻ 5:40 ഞങ്ങൾ 5:40 വരെ ഞങ്ങൾ 5:15 ആയപ്പോൾ അവിടെ എത്തിച്ചേട്ടൻ ഞങ്ങൾ വെറുതെ സ്പീഡിൽ എത്തിച്ചു. പിന്നെ തുന്തോടി ഒന്ന് മിച്ചറ് തിന്നാണ്. തുന്തോടി മിച്ചറും ചപ്പാത്തിയും എടുത്തിട്ടുണ്ടായിരുന്നു. വേറെ പ്രത്യേകിച്ച് പിന്നെ ട്രെയിനിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചു കൊടുക്കാന്ന് വിചാരിച്ചു. അങ്ങനെ ട്രെയിൻ ഭയങ്കര ലേറ്റ് ആയിട്ട് വന്നത്. ട്രെയിൻ 7:15 വന്നത്. ഒറ്റപ്പാലത്ത് പിടിച്ചിട്ടിരിക്കുകയായിരുന്നു. അങ്ങനെ നല്ല നല്ല കാലാവസ്ഥയായിരുന്നു. അങ്ങനെ ഞങ്ങൾ എവിടേക്ക് പോണേന്നറിയോ? ഞങ്ങൾ പോണത് കായംകുളം വരെയാണ്. അപ്പൊ തൃശ്ശൂർ ടു കായംകുളം. കായംകുളത്തേക്ക് പോണത് ഞങ്ങൾ ഒരാളെ കൊണ്ടുവരാന്ന്. ഒരാൾ തൃശ്ശൂർ പൂരം കണ്ടിട്ടില്ല അത്ര. അപ്പൊ തൃശ്ശൂർ പൂരം എന്തിട്ടാണ് കാട്ടിയെടുക്കാൻ വേണ്ടിട്ട് തൃശ്ശൂരല്ല. ഞങ്ങൾ തന്നെ തൃശ്ശൂർ പൂരം ശരിക്കും മര്യാദയ്ക്ക് കണ്ടിട്ടില്ല. അങ്ങനെ ആരും ഒന്നും പോവാറൊന്നുമില്ല. ഞങ്ങൾ വീട്ടിലുള്ള ആണുങ്ങളും പിള്ളേരൊക്കെ എല്ലാവരും മാത്രമേ പോവാറുള്ള സാധാരണ. നമ്മള് പിള്ളേരൊന്നും അങ്ങനെ, ഞാൻ ഒരു വട്ടം പോയിട്ടുണ്ട്. എന്നാലും പോണതൊക്കെ അങ്ങനെ കുറവാണ്. ഇപ്പൊ തൃശ്ശൂർ പൂരം കാണാൻ കൊണ്ടുപോകാൻ വേണ്ടിട്ട് ഞാൻ ഇപ്പൊ വന്നിരിക്കുകയാണ്. ഇപ്പൊ കായംകുളം സ്റ്റേഷനിൽ ഇറങ്ങി ദാ വരുന്ന മുതലിനെയാണ് തൃശ്ശൂർ പൂരം കാണിക്കാൻ കൊണ്ടുപോകുന്നത്. അപ്പൊ ഞങ്ങള് ഇന്നേക്ക് കറക്റ്റ് പിരിഞ്ഞിട്ട് 2 മാസമായി. മാർച്ച് 5-നാണ് ഞങ്ങൾ അവസാനമായിട്ട് കണ്ടിട്ടുണ്ടായിരുന്നത്. ഇപ്പൊ ദേ ഞങ്ങൾ വീണ്ടും കണ്ടുമുട്ടിയിരിക്കുന്നു. ഇന്ന് മെയ് 5-ന് ഞങ്ങൾ കണ്ടുമുട്ടി. നാളെയാണ് തൃശ്ശൂർ പൂരം. അങ്ങനെ ഞങ്ങള് കായംകുളം സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് നടക്കണ്. അപ്പൊ കായംകുളത്തെ കുറിച്ചിട്ട് ഇവർക്ക് വലിയ പിടിയില്ലേ. ഇവര് പോലെ കൊല്ലത്തല്ലേ, അപ്പൊ ഇവർക്കും വലിയ പിടിയൊന്നുമില്ല. ഇപ്പൊ നമ്മുടെ ട്രെയിൻ പോണു. നല്ല ട്രെയിനായിരുന്നു, നല്ല യാത്രയായിരുന്നു. ബാംഗ്ലൂരിൽ തന്നെ ട്രെയിനാ. അപ്പൊ കുറെ ബാംഗ്ലൂരിലുള്ള ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. നല്ല കുറെ ഒക്കെ സംസാരിച്ചിരിക്കുകയായിരുന്നു. പക്ഷെ അവരെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ ഈ റെയിൽവേ ക്രോസ് ചെയ്തിട്ട് വേണം അപ്പുറത്തേക്ക് റോട്ടിലേക്ക് എത്താൻ. അങ്ങനെ ഞങ്ങള് വിശേഷങ്ങളൊക്കെ പറഞ്ഞ് ഇതിലൊക്കെ നടന്ന് ആദ്യമായിട്ടാണ് കായംകുളം വരെ വരുന്നത്. ആലപ്പുഴ ജില്ലയിലേക്ക് ആദ്യമായിട്ടാണ് ഞാൻ വരുന്നത്. കായംകുളത്തുനിന്ന് അമ്മുന്റെ വീട്ടിലേക്ക് പോകാൻ കുറച്ച് സമയം എടുക്കും. അവിടെ പോയിട്ട് വരുന്ന വരെ ഞങ്ങൾ റിട്ടേൺ ടിക്കറ്റും ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ ട്രെയിനുകൾ 4:30-ക്കാണ്. പക്ഷെ ഞങ്ങൾ വെയിറ്റിംഗ് ലിസ്റ്റിലാണ് ഇപ്പോഴും കിടക്കുന്നത്. കൺഫേം ആയിട്ടില്ല. അതിന് മുന്നേ ജനറൽ വല്ലതും കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നേരത്തോടെ പോവാന്ന്. ലേറ്റ് ആയിട്ട് വീട്ടിലെത്തണ്ടല്ലോ. അപ്പൊ ടിക്കറ്റ് നോക്കണം. എന്തായാലും ഇവിടെ വരെ വന്നിട്ട് എവിടെയും പോവാണ്ട് എങ്ങനെ ഇതാവാന്ന് വിചാരിച്ചു ഞങ്ങളവിടെ അവിടെ എവിടെയെങ്കിലും കറങ്ങാൻ പറ്റിയ ഏതെങ്കിലും സ്ഥലമൊക്കെ ഉണ്ടോന്ന് ഫോണിലൊക്കെ നോക്കി. അങ്ങനെ അമ്മുന്റെ അച്ഛനൊക്കെ വീഡിയോ കോൾ ചെയ്ത് തുന്നൂരടുത്ത് വീഡിയോ കോൾ ചെയ്ത് സംസാരിക്കുന്നു. അങ്ങനെ അമ്മു ഞങ്ങൾ സ്ഥലം വരെ കൊണ്ടുപോയി. ഈ കാണുന്നത് കായലാന്ന് തോന്നുന്നുണ്ട്. നല്ല സ്ഥലമാണ്. പക്ഷെ ഭയങ്കര കാറ്റായിരുന്നു. ഭയങ്കര കാറ്റ്. കൊടയൊക്കെ പറന്നു പോവാടുന്നു. നല്ല വെയിലും. ഈ നട്ടപ്പാറ വെയിലെത്തുന്നോ ഇത് മെർമെയ്ഡിന്റെ സ്റ്റാച്ചു കാണാൻ വേണ്ടിട്ട് അമ്മ ഞങ്ങൾ കൊണ്ടുപോയതാണ്. നോക്ക് മക്കളെ നോക്ക്, നല്ല സുന്ദരി മെർമെയ്ഡ് ഇരിക്കുന്നു നോക്ക്. എവിടെ ഒരു മനുഷ്യ കുഞ്ഞിനെ പോലും കാണാല്. ആൾക്കാർ ശരിക്കും നമുക്ക് ഭ്രാന്താതി നട്ടപ്പാറ വെയിലത്ത് വന്ന് ഈ മെർമെയ്ഡിനെ നോക്കിയിരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് നടന്നു. കാരണം ഞങ്ങൾക്ക് പോകാൻ സമയമായിരിക്കുകയാണ്. 2 മണിയുടെ ട്രെയിൻ എങ്ങനെയെങ്കിലും കിട്ടുമോ നോക്കാൻ വേണ്ടി കേരള എക്സ്പ്രസ് ഉണ്ടായിരുന്നു 2 മണിക്ക്. ആ ട്രെയിൻ എങ്ങാനും കിട്ടുമോ നോക്കാൻ വേണ്ടി ഞങ്ങൾ നടക്കാണ്. ശരിയല്ലോ. ഞങ്ങൾ അവിടുന്ന് വേഗം തന്നെ ഇറങ്ങി റെയിൽവേ സ്റ്റേഷനിൽ വന്നെത്തി. അമ്മൂന്റെ അമ്മ അവിടുന്ന് ബസ് കയറിയിട്ട് നേരെ പോയി. ഞങ്ങൾ പറഞ്ഞു വരണ്ട, ഞങ്ങൾ തന്നെ പോയിക്കൊണ്ട്. ട്രെയിനിൽ പോയിട്ട് ഭയങ്കര എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാരൊന്നുമല്ല ഞങ്ങൾക്ക് ട്രെയിനിനെ കുറിച്ച് വലിയ ഒറ്റയ്ക്ക് പോയിട്ടാണ്. പക്ഷെ ടിക്കറ്റ് എടുക്കലും കാര്യങ്ങളൊന്നും അങ്ങനെ ചെയ്തിട്ടില്ല. അതൊക്കെ ബുക്ക് ചെയ്തിട്ടുള്ള ജനറൽ ടിക്കറ്റ് എടുത്തിട്ട് അങ്ങനെ പോയിട്ടൊന്നുമില്ല. ആദ്യമായിട്ടാണ് പോകാൻ പോണത്. അപ്പൊ അതിന്റെ ഒരു പേടി ഉണ്ടായിരുന്നു. ഞങ്ങളിപ്പോ ഉള്ളത് മാവേലിക്കരയാണ്. കായംകുളത്തുനിന്ന് ട്രെയിൻ മാറി ഞങ്ങൾ ട്രെയിനാന്ന് വിചാരിച്ച് ഞങ്ങൾ മാറിക്കയറി. മാവേലിക്കര ഞങ്ങളെ TTR പോലീസും കൂടി ഇറക്കി വിട്ടു. ഇപ്പൊ മാവേലിക്കര സ്ഥലം അറിയില്ല. ഏതോ സ്ഥലത്ത് വന്ന് ഫുഡ് കഴിക്കാതിരിക്കുന്നത് ഞങ്ങൾ. തുമ്പ് ബിരിയാണി കഴിക്കാറുണ്ട്. ഇറപ്പിലാണ്.
ഞങ്ങൾ ഫുഡ് പാഴ്സൽ വാങ്ങി. പക്ഷേ ഭയങ്കര ടെൻഷൻ, ഫുഡ് കഴിക്കാൻ ഞങ്ങൾക്ക് തോന്നുന്നില്ല. ട്രെയിൻ ഇപ്പോൾ വരും പേടിയാണ്. ഭക്ഷണം ഇറങ്ങില്ല. അപ്പം ഞങ്ങൾ അവിടെ നല്ല അടിപൊളി നല്ല ബിരിയാണി വാങ്ങി. ഇപ്പോൾ റെയിൽവേ സ്റ്റേഷൻ്റെ ഇവിടെ റിനോവേഷൻ നടക്കാം. ആൾക്കാരൊക്കെ നായ്ക്കളൊക്കെ ഉണ്ട് ചുറ്റോട്ടും. ഞങ്ങൾ കഴിക്കാൻ പോവാട്ടാ. ഞാനും കേറി. അമ്മു കേറി. ഞങ്ങള് അമ്മുനെ കൊണ്ടുവരാൻ വേണ്ടി വന്നതിന് തൃശ്ശൂർ പൂരത്തിന്. അമ്മു കേറി എന്ന് പറയും. അമ്മു ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, കമന്റ് ചെയ്യണേ. നിങ്ങൾ പാപ്പം തിന്നോ ചേച്ചി? ഞങ്ങൾ ബിരിയാണി കഴിച്ചു. കഴിച്ചു. അമ്മ കഴിച്ചു. എല്ലാം അമ്മ കഴിച്ചു. അമ്മ പോണ്. അമ്മുനെ ഇറക്കിയിടണ്ടേ നമുക്ക്? അയ്യോ, അമ്മ പോവും. അവിടെ ഇറങ്ങുമ്പോ അമ്മുന്റെ വീട്ടിൽ പോകും. ഒരു കുഴപ്പമില്ലാണ്ട് എറണാകുളം വരെ വന്ന ട്രെയിൻ നടന്നു. എറണാകുളത്ത് നിന്ന് തുടങ്ങി ഇരിങ്ങാലക്കുട പിടിച്ചിടല്, പുൽക്കാട് പിടിച്ചിടല്, കൊല്ലൂര് പിടിച്ചിടല്, പിടിച്ചിട്ടുള്ളോട് 9:40 എത്തുന്ന ട്രെയിൻ വന്നത്. എത്ര മണിക്കാണെന്നറിയോ? 11:15 കഴിഞ്ഞപ്പോഴാണ് തൃശ്ശൂർ എത്തിയത്. ഞങ്ങൾ ഭയങ്കരമായിട്ട് ലേറ്റായി. എപ്പോൾ കുടുംബത്തെ എത്തേണ്ട ആൾക്കാരായിരുന്നു. സത്യം പറഞ്ഞാൽ തൃശ്ശൂർ എത്തിയപ്പോഴാണ് ഒന്ന് ജീവൻ വെച്ചത്. തൃശ്ശൂർ പൂരത്തിന്റെ തിരക്കായ കാരണം ഇഷ്ടം പോലെ ആൾക്കാരായിരുന്നു. റെയിൽവേ സ്റ്റേഷനിലായാലും ട്രെയിനിലായാലും ഒക്കെ ആൾക്കാരുണ്ടായിരുന്നു. ഞങ്ങൾ കൂടെ ഒരു ചേട്ടൻ ഉണ്ടായിരുന്നു തൃശ്ശൂർ പൂരം കാണാൻ വേണ്ടി വരുന്നത്. കായംകുളത്ത് തന്നെ കയറിയുള്ള ചേട്ടനായിരുന്നു. ആ ചേട്ടൻ തൃശ്ശൂർ പൂരം കാണാൻ വേണ്ടി വരുന്നത്. അപ്പൊ അങ്ങനെയാണ് വിശേഷങ്ങളൊക്കെ പറഞ്ഞ് ഞങ്ങൾ തൃശ്ശൂർ വന്ന് ഇറങ്ങി. ഒരു വലിയൊരു സാഹസിക യാത്ര. ശരിക്കും പറഞ്ഞെങ്കിൽ ഈ പിള്ളേരൊക്കെ കൊണ്ട് ട്രെയിനിലൊക്കെ പോകുന്നത് ഭയങ്കര പാടാണ്. പ്രത്യേകിച്ച് ഒറ്റയ്ക്ക്. ഒരാള് കുട്ടീനെ മാറി എടുക്കാണ്ടെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. അതല്ലാണ്ട് ഇവരെ വെച്ചിട്ട് ഇവരെ വാശിക്കൊക്കെ നമ്മൾ നിന്ന് കൊടുക്കേണ്ടി വരും. പിന്നെ ഇപ്പൊ ലേസ് കണ്ട ലേസിന് കരയും, ഫോൺ വേണമെന്ന് പറഞ്ഞ് കരയും. അപ്പൊ എല്ലാ യാത്രക്കാർക്കും ചിലപ്പോൾ അതൊന്നും ഇഷ്ടമായിരുന്നില്ല. എല്ലാവരും സമാധാനത്തിന് വേണ്ടിയിട്ട് ഉറങ്ങാനൊക്കെ ഒരു ഇതിന് വേണ്ടിയിട്ട് കയറിയിട്ടുണ്ടാവുക. പക്ഷെ നമ്മൾ ഞങ്ങള് കിടന്ന് ഈ കരച്ചിലും പിഴിച്ചിലൊക്കെ ആകുമ്പോ ആർക്കായാലും ഇഷ്ടാവുന്ന അതൊക്കെ ആലോചിച്ചപ്പോ ഒരു ഇതാണെങ്കിലും. പക്ഷെ ഞങ്ങളുടെ യാത്ര സൂപ്പറായിരുന്നു. എന്നാലും ഒരു ദിവസം കൊണ്ട് പോയി വന്നു. അതാണ് ശരിക്കും അത്ഭുതം. ശരിക്കും തലേദിവസം ഞങ്ങൾ 4-ാം തീയതി ടിക്കറ്റ് നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ടിക്കറ്റ് ഒന്നും ഫുൾ ബുക്കിംഗ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ എത്തി. തൃശ്ശൂർ പൂരത്തിന്റെ വീഡിയോസ്